വിശുദ്ധ റഫായേൽ മാലാഖയുടെ മധ്യസ്ഥതയാലുള്ള നൊവേന പ്രാർത്ഥന, 9 ദിവസത്തെ പ്രാർത്ഥന. വിശുദ്ധ തോബിത്തിന്റെ പുസ്തകത്തെ ആധാരമാക്കിയുള്ള പ്രാർത്ഥനയാണിത്. ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട സന്ദേശമെന്ന് പറയുക, പിതാവായ ദൈവം അവിടുത്തെ മുഖ്യദൂതനായ വിശുദ്ധ റഫായേൽ മാലാഖയെ അയച്ച് വലിയ തോബിയാസിന്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകുകയും റഘുവേലിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ബൈബിൾ സന്ദേശം നമ്മളിവിടെ കാണുന്നു. ഒപ്പം വലിയ തോബിയാസിന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുന്നതായി കാണുന്നു. ചെറിയ തോബിയാസിന് സാറായെ വധുവായി നൽകുന്നതായിട്ട് കാണുന്നു. ഒപ്പം ചെറിയ തോബിയാസിന് കൊള്ളക്കാരുടെ വഴികളിലൂടെ മേദിയ നാട്ടിലേക്ക് പോകുവാനും അവന് റഘുവേലിന്റെ പുത്രി സാറായെ ഭാര്യയായി കൊടുക്കുകയും ചെയ്യുന്നത് കാണുന്നു. സാറായുടെ കുടുംബത്തെ ആക്രമിച്ചു കൊണ്ടിരുന്ന അസ്മേത്തുസ് പിശാചിനെ പുറത്താക്കി സമ്പത്ത് തിരിച്ചു കൊണ്ടുവരുവാനും ഭാര്യയും മക്കളോടും ചെറുമക്കളോടും ഒത്ത ആരോഗ്യത്തോടെയും സമ്പത്തോടു കൂടിയും ജീവിക്കുവാനും ദൈവം ആ കുടുംബത്തിന് അനുഗ്രഹം നൽകുന്നു. ഒപ്പം തൻ്റെ അമ്മായിയപ്പനെയും അമ്മായിയമ്മയെയും തൻ്റെ അപ്പനെയും അമ്മയെയും എങ്ങനെ ശുശ്രൂഷിച്ചോ ആ രീതിയിൽ ശുശ്രൂഷിക്കുന്ന ഒരു മരുമകനെ ആ റഘുവേലിന് കുടുംബത്തിന് നൽകുന്നു. സാറായ്ക്ക് നല്ലൊരു ഭർത്താവിനെ നൽകുന്നു. 117 വർഷം ചെറിയ തോബിയാസ് ജീവിക്കുകയും അവനോടൊത്ത് സാറ ജീവിക്കുകയും ചെയ്തു. അത്രയും നല്ല അനുഗ്രഹമുള്ള ഒരു സന്ദേശമാണ് ദൈവം നമുക്ക് നൽകുന്നത്. ബൈബിളിലെ എല്ലാ പ്രൊമിസുകളും അത് അവിടെ മാത്രം ഒതുങ്ങുന്നതല്ല. അത് ലോകാവസാനം വരെ ആരെല്ലാം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്നോ അവർക്കെല്ലാം അത് ലഭിക്കും. ഈശോയുടെ തിരുത്തത്താൽ കഴിഞ്ഞ് വിശുദ്ധീകരിക്കപ്പെട്ട നമുക്ക് അതിൻ്റെ അഭിഷേകത്തിന് അർഹതയുണ്ട്. അപ്പം അതിനാൽ ഈ അനുഗ്രഹം നമുക്കും ലഭിക്കുവാനായി നമ്മൾ ഈ നൊവേന പ്രാർത്ഥനയിലൂടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ 9 ദിവസം പ്രത്യേകമായി സമർപ്പിച്ച് 6 പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. നമ്മൾ 6-ാമത്തെ അധ്യായം തോബിത്തിൻ്റെ പുസ്തകത്തിലൂടെ പ്രത്യേകമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്ന ചില ഭാഗങ്ങളാണ് 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് കാണുക. തോബിയാസും അതുപോലെ തന്നെ ചെറിയ തോബിയാസും ഒപ്പം വിശുദ്ധ റഫായേൽ മാലാഖയും യാത്ര ചെയ്യുമ്പോൾ ഒരു വലിയ മീന് കടന്നു വരാനിടയാകുകയും ആ മീനിനെ കൊന്ന് അതിൻ്റെ ഹാർട്ടും ലിവറും ഗാൽ ബ്ലാഡറും ഒക്കെ എടുത്തു വയ്ക്കാനായിട്ട് വിശുദ്ധ റഫായേൽ മാലാഖ സന്ദേശം നൽകുന്നു. അതുവഴി പിശാചിനെ പുറത്താക്കുന്നതും സൗഖ്യം നൽകുന്നതൊക്കെ നമ്മൾ പിന്നീടുള്ള അധ്യായങ്ങളിൽ വായിക്കുകയാണ്. അപ്പോൾ വിശുദ്ധ റഫായേൽ മാലാഖയുടെ വാക്കുകൾ ദൈവം അയച്ചു കൊടുക്കുന്ന വാക്കുകളാണ്. അപ്പോൾ ദൈവം അയച്ചു കൊടുക്കുന്ന വാക്കുകളെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്കതിൻ്റെ വലിയ അനുഗ്രഹവും കൃപയും ഈശോ നൽകുമെന്ന് നമ്മെ ദൈവം പഠിപ്പിക്കുന്നു. നമുക്ക് ഈ വചന സന്ദേശം ഗ്രഹിച്ചുകൊണ്ട് ഈ നൊവേനയിലേക്ക് പ്രവേശിക്കാം. പിതാവായ ദൈവം അവിടുത്തെ അനുഗ്രഹങ്ങളും കൃപകളും ധാരാളമായി വർഷിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ പ്രത്യേകമായി സ്നേഹപിതാവായ ദൈവമേ, അവിടുത്തെ വിശ്വസ്ത ദാസനായ തോബിയാസിന് വിദൂര യാത്രയ്ക്ക് വിശുദ്ധ റഫായേൽ മുഖ്യദൂതന് നൽകിയ അങ്ങ് അയോഗ്യദാസരായ ഞങ്ങൾക്കും ആ മാലാഖയുടെ പരിപാലനയാൽ സംരക്ഷണവും സഹായത്താൽ നിത്യരക്ഷയും പ്രാപിക്കുവാൻ അനുഗ്രഹം തരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ പരിശുദ്ധാത്മ അഭിഷേകവും ആനന്ദവും സന്തോഷവും പൂർണ്ണതയും പൈശാചിക പീഡകൾ ബന്ധിക്കുവാനുമായും ഞങ്ങളുടെ മക്കൾക്ക് സൽസ്വഭാവികളായ വധുവരന്മാരെ ലഭിക്കുവാനും സാമ്പത്തികമായും ആത്മീയമായും ഉണർന്നു നിൽക്കുവാനും ഒപ്പം സംരക്ഷണം ലഭിക്കുവാനും വിശുദ്ധ റഫായേൽ മാലാഖയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവന് വേണ്ടിയും നമ്മുടെ വ്യക്തിപരമായ 6 പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അത് ദൈവനിശ്ചയമാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയും ഈശോ കേൾക്കും. കാനായിലെ വിവാഹ വീട്ടിൽ സേവകർ 6 കൽഭരണികളിൽ വെള്ളം നിറച്ച് ഈശോയുടെ മുമ്പിൽ വെച്ചതുപോലെ നമ്മുടെ 6 പ്രാർത്ഥനാ നിയോഗവും മനസ്സുകൊണ്ട് 6 കൽഭരണികളിൽ നിറയ്ക്കാം. എന്നിട്ട് ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം. കർത്താവായ ഈശോ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവായ യേശുവെ, വിശുദ്ധ റഫായേൽ മാലാഖ വഴി ചെറിയ തോബിയാസിനും സാറായ്ക്കും വിവാഹ നിശ്ചയം ചെയ്തു കൊടുത്തതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള വിവാഹപ്രായമായ യുവതിയുവാക്കൾക്ക് സൽസ്വഭാവികളായ വധുവരന്മാരെ നൽകുവാൻ വിശുദ്ധ റഫായേൽ മാലാഖയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
നമ്മൾ പ്രാർത്ഥനാ നിയോഗം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് വയ്ക്കുക, ഓരോ കൈവച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനാ നിയോഗത്തിൻ്റെ മേൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. 6 പ്രാർത്ഥനകൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന സമയത്ത് കൈവിരൽ കൊണ്ട് ഓരോ പ്രാർത്ഥനയും കുരിശ് വരയ്ക്കുക, കൈവെള്ളകളിൽ കുരിശ് വരച്ച് സീൽ ചെയ്ത് പ്രാർത്ഥിക്കുക. തോബിയാസിന്റെ കണ്ണുകൾ സുഖപ്പെടുത്തുവാൻ മുഖ്യദൂതനായ വിശുദ്ധ റഫായേൽ മാലാഖയെ നിയോഗിച്ച സൗഖ്യദാതാവായ കർത്താവേ, ഞങ്ങളുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ സകല രോഗങ്ങളും സൗഖ്യമാക്കി തരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സമാധാനപൂർണമായ വിവാഹ ജീവിതം നയിക്കുവാൻ സാധിക്കാതെ വന്ന സാറാക്കി വിശുദ്ധ റഫായേൽ മാലാഖയുടെ ഇടപെടലുകളാൽ തോബിയാസിനെ ഭർത്താവായി കൊടുത്ത കർത്താവെ, വിവാഹപ്രായമായി നിൽക്കുന്ന യുവതിയുവാക്കൾക്ക് സൽസ്വഭാവികളായ വധുവരന്മാരെ ഏർപ്പെടുത്തി നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കൊച്ചു തോബിയാസിനെ കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും വഴികളിലൂടെ മേദിയ നാട്ടിലേക്കുള്ള യാത്രയിൽ സഹായിക്കുവാൻ മുഖ്യദൂതനായ വിശുദ്ധ റഫായേൽ മാലാഖയെ നിയോഗിച്ച കർത്താവെ, ഞങ്ങളുടെ നിത്യേനയുള്ള യാത്രകളിൽ ഞങ്ങൾക്ക് കൂട്ടായിരിക്കുവാൻ വിശുദ്ധ റഫായേൽ മാലാഖയെ അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് സാറായി തോബിയാസിനെ രക്ഷിക്കുവാൻ വിശുദ്ധ റഫായേൽ മാലാഖയെ നിയോഗിച്ച കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ പിശാചിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാനും അങ്ങയുടെ മുഖ്യദൂതനായ വിശുദ്ധ റഫായേൽ മാലാഖയെ നിയോഗിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സാമൂഹ്യ നന്മയിൽ അതീവ തൽപരനായ വലിയ തോബിയാസിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് അവന്റെ കുടുംബത്തെ സഹായിക്കുവാൻ വിശുദ്ധ റഫായേൽ മാലാഖയെ നിയോഗിച്ച കർത്താവെ, സാമൂഹ്യ നീതിക്ക് വേണ്ടിയും ജനക്ഷേമത്തിനു വേണ്ടിയും ആത്മരക്ഷയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്കും ഭരണാധികാരികൾക്കും ഉത്തേജനവും പ്രോത്സാഹനവും നൽകുവാൻ അങ്ങയുടെ മുഖ്യദൂതനായ വിശുദ്ധ റഫായേൽ മാലാഖയെ ഞങ്ങൾ എല്ലാവരിലേക്കും അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിശുദ്ധ റഫായേൽ മാലാഖയുടെ ശക്തമായ ഇടപെടലുകൾ വഴി തോബിയാസിനും സാറാക്കും ആദ്യരാത്രിയിൽ തന്നെ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ വരം നൽകിയതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സഭയ്ക്കും ആദ്യം മുതൽ അന്ത്യം വരെ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ കർത്താവെ, അങ്ങയുടെ മുഖ്യദൂതനായ വിശുദ്ധ റഫായേൽ മാലാഖയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള ഓരോ മകനെയും മകളെയും മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും നിരാളിപ്പിടുത്തത്തിൽ നിന്നും തിന്മയുടെ സുഹൃത്ത് വലയത്തിൽ നിന്നും തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാനും ഞങ്ങളുടെ മക്കൾ ഉന്നതമായ രീതിയിൽ പഠനം നടത്തുവാനും സാമ്പത്തികമായും ആത്മീയമായും ബിസിനസ് പരമായി ഉന്നതിയിലെത്തുവാനും കർത്താവെ, അങ്ങയുടെ മുഖ്യദൂതനായ വിശുദ്ധ റഫായേൽ മാലാഖയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്നും ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ മക്കളും കുടുംബാംഗങ്ങളും സൽസ്വഭാവത്തിലും പ്രാർത്ഥനയിലും പഠനത്തിലും വളർന്നു വരുവാനും ദുസ്വഭാവങ്ങൾ മാറ്റി നിർത്തുവാനും സഭയോടും ദൈവത്തോടും കൂടുതൽ കൂറുള്ളവരാകുവാനും അങ്ങയുടെ മുഖ്യദൂതനായ വിശുദ്ധ റഫായേൽ മാലാഖയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കിപ്പോൾ നമ്മുടെ 6 പ്രാർത്ഥനാ നിയോഗങ്ങൾ വിശുദ്ധ റഫായേൽ മാലാഖയുടെ മധ്യസ്ഥം വഴി ദൈവത്തിന് സമർപ്പിക്കാം. പ്രാർത്ഥനാ നിയോഗം കയ്യിലെടുക്കുക. ഒപ്പം ഒന്നാമത്തെ പ്രാർത്ഥനാ നിയോഗത്തിൻ്റെ മേൽ വിരൽ വെച്ച് പ്രാർത്ഥിക്കുക. കാനായിലെ വിവാഹവിരുന്നിൽ 6 കൽഭരണികളിലെ വെള്ളത്തെയും വീഞ്ഞാക്കി മാറ്റിയതുപോലെ ഞങ്ങളുടെ 6 പ്രാർത്ഥനകളെയും സഫലമാക്കി തരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രാർത്ഥന റിസർവ്ഡ് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ മറ്റെല്ലാ പ്രാർത്ഥനകളുടെ മേൽ അനുഗ്രഹം ഉണ്ടാകും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തെ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം, നമുക്ക് പ്രാർത്ഥിക്കാം. കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക, കൈകളിൽ വെച്ച് പ്രാർത്ഥിക്കുക. ഒന്നാമത്തെ പ്രാർത്ഥനയുടെ മേൽ കർത്താവായ യേശുവിൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒന്നാമത്തെ പ്രാർത്ഥനയുടെ മേൽ കുരിശടയാളം വരയ്ക്കുക, കൈവെള്ളകളിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥനയെ സീൽ ചെയ്യുക. രണ്ടാമത്തെ പ്രാർത്ഥന, കർത്താവായ യേശുവെ, മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്കായി പ്രവർത്തിക്കുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും ശക്തമാക്കണമേ. കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഒത്തന്നെ കുരിശടയാളം വരയ്ക്കുക. രണ്ടാമത്തെ പ്രാർത്ഥനയുടെ മേൽ ഒപ്പം കൈവെള്ളകളിൽ കുരിശ് വരയ്ക്കുക. 3, 4, 5, 6 പ്രാർത്ഥനകൾ വ്യക്തിപരമായ പ്രാർത്ഥനകളാണ്. സമർപ്പിക്കുക. എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ പ്രാർത്ഥനയുടെ മേൽ വിരൽ വയ്ക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സാഹചര്യമാണെങ്കിൽ വയ്ക്കുക, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, മൂന്നാമത്തെ പ്രാർത്ഥനയിൽ അനുഗ്രഹം ലഭിക്കുന്നതിനായി അപ്പസ്തോലിക അധികാരം ഉപയോഗിച്ച് യേശുവിൻ്റെ നാമത്തിൽ പൗരോഹിത്യത്തിൻ്റെ കൃപയാൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ മേൽ
അനുഗ്രഹം ഉണ്ടാകട്ടെ, അഭിഷേകം ഉണ്ടാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുരിശ് വരച്ച് പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ പ്രാർത്ഥന സ്വീകരിക്കുക. നാലാമത്തെ പ്രാർത്ഥനയിൽ കൈവിരൽ വയ്ക്കുക. ഒപ്പം പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, ഞങ്ങളുടെ നാലാമത്തെ പ്രാർത്ഥനയുടെ മേൽ അഭിഷേകം ഉണ്ടാകട്ടെ, സഫലീകരിക്കപ്പെടണമേ. അപ്പസ്തോലിക ധ്യാനം ഉപയോഗിച്ച് യേശുവിന്റെ നാമത്തിൽ പൗരോഹിത്യത്തിന്റെ കൃപയാൽ ഈ പ്രാർത്ഥനയെ അനുഗ്രഹിക്കുന്നു. അഭിഷേകത്താൽ നിറയട്ടെ. ഇപ്പോൾ തന്നെ നാലാമത്തെ പ്രാർത്ഥനയിൽ മേൽ കുരിശടയാളം വരയ്ക്കുക. കൈവെള്ളകളെ കുരിശടയാളം വരച്ച് സീൽ ചെയ്യുക. അഞ്ചാമത്തെ പ്രാർത്ഥന സമർപ്പിക്കുക. എന്ത് പ്രാർത്ഥനയുമായിക്കൊള്ളട്ടെ, ഈശോയ്ക്ക് അറിയാം. കർത്താവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പൗരോഹിത്യത്തിന്റെ കൃപയാൽ സഭയുടെ അധികാരത്തിൽ യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥനയുടെ മേൽ, അഞ്ചാമത്തെ പ്രാർത്ഥനയുടെ മേൽ അഭിഷേകം ഉണ്ടാകട്ടെ, സഫലീകരിക്കപ്പെടട്ടെ. അങ്ങയുടെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങയുടെ സാക്ഷികളായി തീരട്ടെ. അഞ്ചാമത്തെ പ്രാർത്ഥനയുടെ മേൽ കുരിശടയാളം വരയ്ക്കുക. കൈവെള്ളയിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥനയെ സീൽ ചെയ്യുക. ആറാമത്തെ പ്രാർത്ഥനാ നിയോഗം സമർപ്പിക്കുന്നു. ഈശോയെ, പ്രാർത്ഥനാ നിയോഗത്തിന്റെ മേൽ അഭിഷേകം ഉണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ, കൃപയുണ്ടാകട്ടെ, സഫലീകരിക്കപ്പെടണമേ. അഭിഷേകത്താൽ നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. അപ്പോൾ തന്നെ കുരിശടയാളം വരയ്ക്കുക. അപ്പം തന്നെ കൈവെള്ളയിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിച്ച് സീൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഈ തോബിത്തിന്റെ പുസ്തകത്തിലെ ഓരോ അനുഗ്രഹവും എനിക്കും എൻ്റെ കുടുംബത്തിനും തലമുറകൾക്കും അങ്ങ് നൽകുന്നതാണ്. ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അവിടെ നൽകുന്ന എല്ലാ അനുഗ്രഹത്തെ ഓർത്തും ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഭൂമിയുടെ അതിർത്തികൾ വരെ അങ്ങയുടെ സാക്ഷികളായി അവിടുന്ന് ഞങ്ങളെ ഈ അനുഭവത്തിലൂടെ ഉയർത്തിയതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ യേശു ക്രിസ്തു നാം എല്ലാവരെയും സകലവിധ ആപത്തുകളിൽ നിന്നും, എല്ലാ രോഗപീഠകളിൽ നിന്നും, സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും, പൈശാചിക അനർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ഈ 6 പ്രാർത്ഥനാ നിയോഗങ്ങളും സംഭവിക്കുമാറാകട്ടെ. അതുവഴി ഞങ്ങൾ അങ്ങേക്ക് സാക്ഷികളായി തീരുകയും ചെയ്യുമാറാകട്ടെ. പ്രതീക്ഷിക്കാതിരിക്കുന്ന മരണത്തിൽ നിന്നും, ദുഷ്ടന്റെ കെണികളിൽ നിന്നും, സകലവിധ ദുസ്വഭാവങ്ങളിൽ നിന്നും, സകലവിധ ആക്സിഡന്റുകളിൽ നിന്നും, മാറാരോഗങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടൊത്തും നമ്മുടെ എല്ലാ 6 പ്രാർത്ഥനാ നിയോഗങ്ങളോടൊത്തും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓർക്കുക, നമ്മുടെ നോൺ പ്രോഫിറ്റബിൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക. എല്ലാ ദിവസവും 5 മണിക്ക് യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ, സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ, മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് പ്രാർത്ഥിക്കുവാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആത്മീയമായി പ്രാർത്ഥിക്കുകയും നല്ലൊരു ദിവസം ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ വാട്സപ്പ് വഴി അയച്ചു തരികയോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ ചെയ്യുക. വാട്സപ്പ് നമ്പർ 7385053202. ഈ നൊവേന പ്രാർത്ഥന ഡെയിലി നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുവഴി ദൈവം നിങ്ങളെ ഡബിളായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ നൊവേന പ്രാർത്ഥന ഇംഗ്ലീഷിലും ഹിന്ദിയിലും ലഭ്യമാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അയച്ചു കൊടുക്കുവാൻ മറക്കാതിരിക്കുക. ഈ നൊവേന പ്രാർത്ഥന എല്ലാവർക്കും അയച്ചു കൊടുത്ത് അതുവഴി നിങ്ങളും അവരും കൂടുതൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ, ഡബിളായിട്ട് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 5 മണിക്ക് നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ, പ്രത്യേകിച്ച് യൂട്യൂബിലൂടെ പ്രാർത്ഥിക്കാം. അതുവരേക്കും വിശുദ്ധ റഫായേൽ മാലാഖയുടെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെയും സകല സ്വർഗീയ നിവാസികളുടെയും മധ്യസ്ഥത്താൽ പിതാവായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും നമ്മെ എല്ലാവരെയും സംരക്ഷിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.